ഹലോ, ബിൽഡർ കരിയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. RRB ALP എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതുവരെ ചെയ്ത വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഡേ 2ലെ ഷിഫ്റ്റ് 2 ആണ്. ഡേ 2ലെ ഷിഫ്റ്റ് 1 നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ഷിഫ്റ്റ് 2ലെ ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് കണ്ടു നോക്കുക. കാണുന്ന വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുവാണെങ്കിൽ മാത്രം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, the ratio of the angles of a quadrilateral is okay. അപ്പം ഒരു quadrilateralന്റെ ടോട്ടൽ ആംഗിൾ എത്രയാണ്? 360 ഡിഗ്രി ആണെന്ന് നമുക്ക് അറിയാം അല്ലെ. അപ്പൊ റേഷ്യോസ് തന്നിട്ടുണ്ട്, നമുക്ക് സമ്മ് കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടുന്ന് തന്നെ ചെയ്യാം അല്ലെ. 10 + 5 15, 15 + 2 17, 17 + 7 നമുക്ക് എന്താ കിട്ടുക? 17 + 7 17 + 3 20, 20 + 4 24, 24x നമുക്ക് എത്രയാണെന്ന് കിട്ടി? 360 ആണെന്ന് കിട്ടി. അപ്പം എക്സിന്റെ വാല്യൂ നമുക്ക് എങ്ങനെ കിട്ടും? 360 ഡിവൈഡഡ് ബൈ 24 ചെയ്താൽ മതി. 360 ഡിവൈഡഡ് ബൈ 24 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 15 എന്നാണ്. എക്സിന്റെ വാല്യൂ 15 കിട്ടി. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ലാർജസ്റ്റ് ആൻഡ് സ്മോളസ്റ്റ് ആംഗിളിന്റെ ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ലാർജസ്റ്റ് ആംഗിൾ 10 × 15 ആണ്, സ്മോളസ്റ്റ് ആംഗിൾ 2 × 15 ആണ്. That means 150 minus 30 which is equal to 120 ഡിഗ്രി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. 120 ഡിഗ്രി ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ക്ലിയർ ആയില്ലേ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്? ഇങ്ങനെയാണ് നമ്മൾ മിനിമൽ കാൽക്കുലേഷനിൽ ആൻസേഴ്സ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സ്റ്റെപ്പുകൾ ഇരുന്ന് ചെയ്യണേലും നല്ലത് നമ്മൾ ഇങ്ങനെ തന്നെ നമുക്ക് തരുന്ന ക്വസ്റ്റ്യൻസിൽ നിന്ന് മാക്സിമം എന്ത് ചെയ്യുക? വർക്ക്ഔട്ട് ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിക്കാനായിട്ട് നോക്കുക. അപ്പൊ നമുക്ക് സമയം അത്രയും എന്ത് ചെയ്യാൻ പറ്റും? കുറയ്ക്കാനായിട്ട് പറ്റും, കാൽക്കുലേഷൻ ടൈം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, Ravi and Kumar are working on an assignment. It takes Ravi 6 hours to type 32 pages on a computer. Then while it takes Kumar 5 hours to type 40 pages, working together on 2 different computers, how long will it take them to type an assignment of 110 pages? Okay, അപ്പം രവി എത്ര സമയമാണ് എടുക്കുന്നത്? നമുക്ക് രണ്ടുപേരുടെയും 1 അവറിലുള്ളത് നോക്കാം അല്ലെ. രവി 1 അവറിൽ 32 പേജ് 6 മണിക്കൂറിലാണെങ്കിൽ 1 മണിക്കൂറിൽ രവി എത്ര ചെയ്യും? 16/3 pages in 1 hour ആണ് ആര് ചെയ്യുക? രവി ചെയ്യുന്നത്. ഇനി കുമാർ ആണെങ്കിൽ എത്രയാണ്? 40/5 ആണ്, 8 pages in 1 hour ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ എക്സ് ആണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ദെൻ അപ്പം എക്സ് അവർ ആണ് അവർ ടോട്ടൽ ചെയ്യണത്. അപ്പൊ എത്രയാണ്? 16/3 × x + 8x is equal to 110 എന്ന് കിട്ടും. നമുക്ക് എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി അല്ലെ. 16 8 × 3 എത്രയാണ്? 8 × 3 24, 24 + 16 എന്ന് പറഞ്ഞാൽ നമുക്ക് 40 എന്ന് കിട്ടും. 40x is equal to 330 എന്ന് കിട്ടും. ദെൻ x is equal to എന്ത് ചെയ്താൽ മതി? 330 ഡിവൈഡഡ് ബൈ 40 ചെയ്താൽ മതി. അപ്പം ഇത് 0 0 കിട്ടും. 33 ഡിവൈഡഡ് ബൈ 4 ചെയ്യുന്ന ടൈമിൽ നമുക്ക് എന്ത് കിട്ടും? 8 എന്ന് കിട്ടും, 32 എന്ന് കിട്ടും, ഇവിടെ ബാലൻസ് 1 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ 8 1/4 hour. That means 1/4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 15 minutes ആണ് അല്ലെ. 8 hours 15 minutes എടുത്തിട്ടാണ് അവർ 110 pages ടൈപ്പ് ചെയ്ത് കഴിയുക. ഓക്കെ, മനസ്സിലായോ എങ്ങനെയാ ചെയ്തത് എന്നുള്ള കാര്യം? മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് ഈ ഒരു ആൻസർ ചെയ്തതിൽ എന്നുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ഒന്ന് പറഞ്ഞാൽ ഞാനത് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുതരാം. ഓക്കെ, അടുത്തത്. ഓക്കെ, ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്ത് ചെയ്താൽ മതി? നമുക്ക് എന്തറിയാം? 25/x is equal to x/36 എന്ന് നമുക്കറിയാം. x × x എന്താണ്? x² ആണ് അല്ലെ. x² is equal to root of x is equal to root of 25 × 36 എന്ന് പറയാം നമുക്ക് അല്ലെ. ഇവിടുത്തെ സ്ക്വയർ കളയുമ്പോൾ ഇവിടെ റൂട്ട് വരും അല്ലെ. അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്യാം? 25 എന്ന് പറഞ്ഞാൽ 5² ആണ്, 36 എന്ന് പറഞ്ഞാൽ 6² ആണ്. റൂട്ട് ഉണ്ട്, റൂട്ടും സ്ക്വയറും ക്യാൻസൽ ആയാൽ 5 × 6 30. അപ്പൊ എക്സിന്റെ വാല്യൂ എത്രയാണ്? 30 ആണ് എക്സിന്റെ വാല്യൂ വരുന്നത്. ഓക്കെ, 30 എക്സിന്റെ വാല്യൂ വന്നാൽ ഇവിടെ റേഷ്യോ കറക്റ്റ് ആവുമെന്ന് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ എന്ത് വരും? 5:6 എന്ന് വരും. ഇവിടെ എന്ത് വരും? 5:6 എന്ന് വരും
അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. An article is sold for rupees X after giving two successive discounts of 25% and 8% on its marked price. Okay, 500 ആദ്യം എത്ര ഡിസ്കൗണ്ട് കൊടുത്തു? 25. അപ്പൊ ബാലൻസ് എത്രയാ ഉള്ളത്? 75 into 100 എന്ന് വരും. Then എന്ത് ചെയ്യുന്നുണ്ട്? എത്രയാ ചെയ്യുന്നത്? 8%. 8% എന്ന് പറയുമ്പോൾ എത്ര വരും? 92/100 എന്ന് വരും അല്ലെ? ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ഈ 100 ക്യാൻസൽ ചെയ്യാം, ഇതും ക്യാൻസൽ ചെയ്യാം. 5 100 എത്ര ടൈംസ് പോകും? 20 ടൈംസ് പോകും അല്ലെ? ഇനി ഇവിടെ നമുക്ക് 2 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരും? ഇവിടെ 10 എന്ന് വരും. ഇവിടെ എന്ത് വരും? 4 6 എന്ന് വരും. again 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ 5 എന്ന് വരും. ഇവിടെ 2 3 എന്ന് വരും. ഈ 5 ഇവിടെ കൊടുക്കുമ്പോൾ നമുക്ക് എത്ര വരും? 3 എന്ന് വരും അല്ലേ? 3 അല്ലേ വരിക? അല്ല, സോറി, 5 ആണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. അപ്പം 5 ആയതുകൊണ്ട് 115 എന്ന് വരും. ദെൻ 15 into 23. 15 into 23 എന്ന് പറഞ്ഞാൽ നമുക്ക് 345 എന്നാണ് നമ്മുടെ ആൻസർ വരുന്നത്. ഓക്കെ, 345 ആണ് ആൻസർ വരുന്നത്. കാൽക്കുലേഷനിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഇവിടെ ആയിരിക്കും മിസ്റ്റേക്ക് വരാൻ ചാൻസ് ഇല്ല. ഇൻ കേസ് ഇനി അങ്ങനെ എന്തെങ്കിലും തോന്നുവാണെന്നുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ പറയുക. ചെയ്യേണ്ട മെത്തേഡ് ഇത് തന്നെയാണ്. ഓക്കെ, മെത്തേഡ് പ്രോപ്പർ ആയിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാം, അടുത്തത് നോക്കാം. കോൺസ്റ്റന്റ് സ്പീഡ്. നമുക്ക് ഡിസ്റ്റൻസും തന്നിട്ടുണ്ട്, ടൈമും തന്നിട്ടുണ്ട്. സിമ്പിൾ ആണ് അല്ലെ? സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. എന്ത് കിട്ടും? 60 km/h ആണ് സ്പീഡ് വരുന്നത്. കോൺസ്റ്റന്റ് ആയിട്ട് 60 km/h പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? 10 hours ആ ജേർണി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ക്ലിയർ ആയില്ലേ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആവറേജ് ഓഫ് ഫസ്റ്റ് 30 നാച്ചുറൽ നമ്പേഴ്സ്. അപ്പൊ നമുക്ക് എന്ത് വേണം? സം ഓഫ് ഫസ്റ്റ് 30 നാച്ചുറൽ നമ്പേഴ്സ്. സം ഓഫ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ n into n plus 1/2 ആണ്. ഓക്കെ, ഇനി ആവറേജ് എന്ന് പറഞ്ഞാൽ ഈ സം ഡിവൈഡഡ് ബൈ 30 അല്ലേ ചെയ്യേണ്ടത്? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? n എന്ന് പറഞ്ഞാൽ 30 ആണ്. 30 into 31/2 into ഈ ന്യൂമറേറ്റർ ഇവിടുത്തെ ഡിനോമിനേറ്ററിലേക്ക് പോകും. 30 ക്യാൻസൽ ആവും. 31 divided by 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 15.5 ആണ് ആവറേജ് വരുന്നത്. ഓക്കെ, 15.5 ആണ് ആവറേജ് വരുന്നത്. അപ്പം ഈ ഒരു ഇക്വേഷൻ പ്രോപ്പർ ആയിട്ട് പഠിച്ചു വെക്കുക. സം ഓഫ് ടേംസ് നോക്കിയിട്ട് നമുക്ക് ഡയറക്റ്റ് ആവറേജിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കാൽക്കുലേഷനിൽ തന്നെ ആൻസർ കിട്ടും. ഓക്കെ, രണ്ട് സെപ്പറേറ്റ് കാൽക്കുലേഷൻ ആയിട്ട് ചെയ്യേണ്ട വരില്ല. അപ്പൊ ഇത് എങ്ങനെയാ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. If a sum of money doubles itself 10 years at compound interest, then in how many years will this sum become 16 times itself at the same rate of interest? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, n ടൈംസ് ആണ്. n ടൈംസിന് t ഇയേഴ്സ് എടുക്കുകയാണെങ്കിൽ n റൈസ് ടു m ടൈമിന് എത്ര വർഷം എടുക്കും? m into t ആണ് എടുക്കുക. അപ്പൊ ഇവിടെ എത്രയാണ് ആവുന്നത്? ഡബിൾ ആണ്. അതായത് 2 ടൈംസ് ആവാനായിട്ട് എത്ര വർഷം എടുക്കുന്നുണ്ട്? 10 വർഷം. 16 എന്ന് പറഞ്ഞാൽ 2 റൈസ് ടു 4 ആണ് അല്ലെ? ഞാൻ പറഞ്ഞിരുന്നു ഇങ്ങനെ മാത്രമേ ചോദിക്കുള്ളൂ. ഇവിടെ ഡബിൾ ആണെങ്കിൽ അതിന്റെ ഏതെങ്കിലും ഒരു പവർ ആയിരിക്കും ഇവിടെ ചോദിക്കുന്നത് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2 റൈസ് ടു 4 ആവണമെങ്കിൽ എത്ര വർഷം എടുക്കും എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. എത്ര വർഷം എടുക്കുക? 4 into 10 ആണ് എടുക്കുക അല്ലെ? 40 ഇയേഴ്സ് എടുത്തിട്ടാണ് അത് 16 ടൈംസ് ആവുക. ഓക്കെ, അപ്പൊ ഇത് സിമ്പിൾ അല്ലേ? പെട്ടെന്ന് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റണില്ലേ? ഒരുപാട് സമയമൊന്നും എടുക്കാണ്ട് ഈ ഒരു ചെറിയൊരു ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റും? ഒരു സെക്കൻഡിൽ ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നമുക്കിനി എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എ ട്രേഡർ ലോസസ് 20% by selling a watch for rupees 1024. What percentage of profit will he make by selling it for rupees 1472? ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്? 1024 രൂപയ്ക്ക് അത് കൊടുക്കുന്ന ടൈമില് എത്ര രൂപയാണ് ലോസ് ആവുന്നത്? 20% ലോസ് ആവുന്നത്. അങ്ങനെയാണെങ്കിൽ 1472 രൂപയ്ക്ക് കൊടുത്താൽ എത്ര രൂപയാണ് അവിടെ എന്തുണ്ടാവുന്നത്? പ്രോഫിറ്റ് ഉണ്ടാവുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇതിന്റെ CP കണ്ടുപിടിക്കണം അല്ലെ? CP എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഈ ഒരു
സെല്ലിംഗ് പ്രൈസ് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ ആ ഒരു പെർസെൻറ്റേജ് അല്ല 20 ആയതുകൊണ്ട് നമ്മൾ 80 ഇടും. ഇതാണ് നമുക്ക് സി പി വരുന്നത്. അപ്പൊ നമ്മളിവിടെ എന്ത് ചെയ്തു, 0 കട്ട് ചെയ്തു, 1024 8ൽ എത്ര ടൈംസ് പോകും, 128 ടൈംസ് ആണ് പോവുക. 128 ഇൻറ്റു 10 എന്ന് പറഞ്ഞാൽ 1280 ആണ് നമ്മുടെ എന്ത് കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് വേണം, പ്രോഫിറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി, നമ്മൾ സെല്ലിംഗ് പ്രൈസ് അല്ലെ, സെല്ലിംഗ് പ്രൈസ് എത്രയാണ്, 1472 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 1280 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, പെർസെൻറ്റേജ് കിട്ടും. പെർസെൻറ്റേജ് കിട്ടാനായിട്ട് ഇനി നോക്കിക്കോ, ഇവിടെ ഇത് രണ്ടും കട്ട് ചെയ്യുക, 128 1472 എത്ര ടൈംസാ പോവുക, 11.5 ടൈംസ് പോകും. ഓക്കെ, അപ്പൊ ഇത് കാൽക്കുലേഷൻ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് തന്നെ അല്ലേ എന്ന് കൺഫേം ചെയ്യണം. അപ്പൊ 115% അവിടെ വരുന്നത്. അപ്പൊ പ്രോഫിറ്റ് വന്നത് എത്രയാണ്, 15% ആണ് പ്രോഫിറ്റ് വന്നത്. ഓക്കെ, 15% പ്രോഫിറ്റ് വന്നത്. ഓക്കെ, അപ്പൊ ഈ കാൽക്കുലേഷൻ ചെയ്തിട്ട് 11.5 തന്നെയല്ലേ വരുന്നത് എന്നൊന്ന് കൺഫേം ചെയ്തോളൂ കേട്ടോ. അപ്പം അത് കറക്റ്റ് അല്ലേ എന്നൊന്ന് ചെക്ക് ചെയ്യുക. നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും, നമുക്ക് മാക്സിമം സ്റ്റെപ്സ് കുറയ്ക്കാനായിട്ട് പറ്റും. ഇതല്ലാണ്ട് ഒരുപാട് മെത്തേഡുകൾ ഉണ്ട് കേട്ടോ, ഞാൻ ഇല്ല എന്ന് പറയില്ല. നമുക്ക് ഓരോന്നിനും ട്രിക്കി മെത്തേഡ്സുകൾ ഉണ്ട്. അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു മെത്തേഡ് സ്റ്റിക്ക് ഓൺ ചെയ്ത് പഠിക്കണതായിരിക്കും നല്ലത്. ഇനി അതല്ല, നല്ല രീതിയിൽ കുറെ മെത്തേഡുകൾ ഒരുമിച്ച് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളവരുണ്ടെങ്കിൽ ഓരോ ക്വസ്റ്റിനും ഓരോ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ചെയ്യാം. അതിനും പ്രശ്നമൊന്നുമില്ല. അതൊക്കെ നമ്മൾ എങ്ങനെ പഠിക്കുന്നു, നമ്മുടെ മൈൻഡ് എങ്ങനെ വർക്ക് ചെയ്യണു, നമ്മുടെ ബ്രെയിൻ എങ്ങനെ വർക്ക് ചെയ്യണു എന്നതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും ഏതൊക്കെ മെത്തേഡുകൾ പഠിക്കണം എന്നുള്ളത്. ചിലർക്ക് കംപ്ലീറ്റ് ആയിട്ട് എല്ലാ സ്റ്റെപ്സും എഴുതി വൃത്തിയായി ചെയ്താൽ മാത്രമേ ഒരു സാറ്റിസ്ഫാക്ഷൻ വരുള്ളൂ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഞാൻ പറയുന്ന ടിപ്പ്, നിങ്ങൾ അങ്ങനെ ചെയ്തോളൂ. പക്ഷെ എന്ത് ചെയ്യണം, മാക്സിമം സ്റ്റെപ്സ് കുറയ്ക്കുക, അതുപോലെ എന്ത് ചെയ്യാം, സ്പീഡ് കൂട്ടുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് വിചാരിച്ച രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ഇവിടെ നോക്കിയേ, 584ന്റെ സ്ക്വയർ ആണ് അല്ലെ. ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് എഴുതി നോക്കിയാൽ മതി. 584 ഇൻറ്റു 584 എന്ന് പറഞ്ഞാൽ നമുക്ക് ആൻസർ 341,056 എന്നാണ് വരുന്നത്. നമ്മളോട് 31.1056ന്റെയാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ എത്ര പോയിന്റ് വരുന്നുണ്ട്, 4 എണ്ണം വരുന്നുണ്ട്. ഇത് രണ്ടെണ്ണത്തിലും കൂടെ 4 പോയിന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആൻസർ എന്താ വരിക, 5.84 എന്നാണ് വരിക. ഓക്കെ, 5.84 ആണ് അവിടെ ആൻസർ വരുന്നത്. അപ്പൊ മെത്തേഡ് എന്താന്ന് മനസ്സിലായോ, സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. കാര്യമായി ഇരുന്ന് ഇതിന്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കേണ്ട ഒരു ആവശ്യമില്ല. തന്നിരിക്കുന്ന നമ്പർ യൂസ് ചെയ്തിട്ട് ഇത് ഇങ്ങനെ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ അത്രയും മനസ്സിലായില്ലേ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു എങ്ങനെയാണ് ചെയ്തത് എന്നുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇത് സിംപ്ലിഫൈ ചെയ്യാണ് അല്ലെ, ജസ്റ്റ് സിംപ്ലിഫിക്കേഷൻ തന്നെ ചെയ്താൽ മതി. ഇവിടെ എന്ത് വരും, b ഇൻറ്റു എ. ആദ്യം നമുക്ക് ഇത് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാം. b ഇൻറ്റു എ എന്താണ്, a b എന്ന് വരും. b ഇൻറ്റു 2b എന്ന് പറഞ്ഞാൽ പ്ലസ് 2b സ്ക്വയർ എന്ന് വരും. ദെൻ b ഇൻറ്റു മൈനസ് സി എന്ന് പറയുമ്പോൾ മൈനസ് ബി സി എന്ന് വരും. മൈനസ് സി ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ മൈനസ് എ സി. മൈനസ് സി ഇൻറ്റു 2b എന്ന് പറഞ്ഞാൽ മൈനസ് 2bc. then പ്ലസ് സി സ്ക്വയർ എന്ന് വരും. അടുത്തത് എന്ത് വരും, പ്ലസ് 2ab മൈനസ് 2bc. കഴിഞ്ഞു അല്ലെ, പ്ലസ് ബി സ്ക്വയർ എന്ന് വരും. ഇനി ഇത് ആവശ്യമുള്ളതൊക്കെ ഒന്ന് ക്യാൻസൽ ചെയ്യുക. എന്തൊക്കെയോ കട്ട് ചെയ്യണം. എ ബിയുടെ ഇവിടെ ഉണ്ട്, ഇവിടെ ഒരു 2ab ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് വരും, 3ab എന്ന് വരും. ബി സ്ക്വയർ രണ്ടെണ്ണാണുള്ളത്, രണ്ടും പ്ലസ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, പ്ലസ് 3b സ്ക്വയർ എന്ന് പറയാം. ഇനി ബി സിയുടെ കേസ് ആണെങ്കിൽ ഇവിടെ ഒരു മൈനസ് ബി സി, ഇവിടെ ഒരു മൈനസ് 2bc, ഇവിടെ ഒരു മൈനസ് 2bc. എല്ലാം മൈനസ് ആയതുകൊണ്ട് ആഡ് ചെയ്താൽ മതി. 2 + 2 4, 4 + 1 5, മൈനസ് 5bc. ഇനി ഒന്നുമില്ല, എന്ത് ചെയ്താൽ മതി, മൈനസ് എ സി പ്ലസ് സി സ്ക്വയർ. നോക്കി, ഇത് വന്നിരിക്കുന്നത് ഇവിടെ അല്ലേ, 3b സ്ക്വയർ പ്ലസ് സി സ്ക്വയർ പ്ലസ് 3ab മൈനസ് 5bc മൈനസ് എ സി. ഇപ്പൊ നമ്മുടെ ആൻസർ എന്താണ്, 3b സ്ക്വയർ പ്ലസ് സി സ്ക്വയർ. ഇതാണ് ആൻസർ വരുന്നത്. ഓക്കെ, അപ്പൊ ഇതും എന്ത് തന്നെയാണ്, കട്ട് ചെയ്യാനൊക്കെ പെട്ടെന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വേഗം ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 2 angles are complementary. The larger angle is 6 degree less than 5 times the measure of the smaller angle. What is the measure of the larger angle? Okay, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, കോംപ്ലിമെന്ററി എന്ന് പറഞ്ഞാൽ സം 90 ഡിഗ്രി വരണം.
ഓക്കെ, നമ്മൾ എന്താ എടുക്കുന്നത്? ലാർജർ ആംഗിൾ എക്സ് ആയിട്ട് എടുക്കുകയാണ്, സ്മോളർ ആംഗിൾ നമ്മൾ എന്തെടുത്തു? വൈ ആയിട്ട് എടുത്തു. നമ്മളോട് ഇവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട്? എക്സ് എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? സ്മോളർ ആംഗിളിന്റെ 5 ടൈംസ് -6 ആണ് വരുന്നത്. ഓക്കെ, അതാണ് ലാർജർ ആംഗിൾ വരുന്നത്. നമുക്ക് ഓൾറെഡി ഇവിടെ എന്തും തന്നിട്ടുണ്ട്? രണ്ട് ആംഗിൾസ് എത്രയാണ്? 90 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട് അല്ലെ? എക്സിന് ഈ വാല്യൂ ഇട്ട് കൊടുത്താൽ പോരെ? അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 5y - 6 plus y is equal to 90 ഡിഗ്രി. നമുക്ക് ലാർജർ ആംഗിളിന്റെ മെഷർ ആണ് വേണ്ടത്, എക്സ് ആണ് നമുക്ക് വേണ്ടത്. നമ്മൾ ഇവിടെ എന്ത് ചെയ്തു? 5y plus y എന്ന് പറഞ്ഞാൽ 6y is equal to 90 - 6 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 84 ആണ്. y എന്ന് പറഞ്ഞാൽ നമുക്ക് 84 divided by 6 എന്ന് കിട്ടും. 84 divided by 6 എന്ന് വെച്ചാൽ സോറി, ഇവിടെ പ്ലസ് ആണ് വരിക, സോറി. അപ്പൊ ഇവിടെ 96 ആണ് വരിക. ദെൻ നമുക്ക് ഇവിടെ എന്ത് വരും? 96/6 എന്നാണ് വരിക അല്ലെ? 96/6 എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ വരിക? 16 ആണ്. 16 ഡിഗ്രി ആണ് എന്ത് വരുന്നത്? സ്മോളർ ആംഗിൾ ആണ്, തെറ്റിപ്പോവരുത്. 16 സ്മോളർ ആംഗിൾ ആണെങ്കിൽ വലുത് എന്തായിരിക്കും? 90 - 16 ചെയ്താൽ മതി അല്ലെ? 90 - 16 എന്ന് പറയുമ്പോൾ നമുക്ക് എത്രയാ വരിക? 4 എന്ന് വരും. ദെൻ 74 ഡിഗ്രി ആണ് ലാർജർ ആംഗിൾ വരുന്നത്. ഓക്കെ, അപ്പൊ ഇത് എന്ത് ചെയ്താൽ മതി? കാൽക്കുലേഷൻ മാക്സിമം സ്പീഡ് കൂട്ടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കൊണ്ടാണ് ഇവിടെ കുറെ അധികം സ്റ്റെപ്പ് ഒക്കെ സ്കിപ്പ് ചെയ്യാണ്ട് എഴുതി, കുറച്ചൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്, എന്നാലും കുറച്ചൊന്നും സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ എഴുതി തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആ സ്റ്റെപ്പ് ഒക്കെ സ്കിപ്പ് ചെയ്യാം. ദാ ഇവിടെ നോക്കിയേ, 96 + 6y is equal to 96 ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് 16 എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ അങ്ങനെ മാക്സിമം സ്റ്റെപ്പുകൾ സ്കിപ്പ് ചെയ്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്പീഡ് അല്ല, നമുക്ക് ടൈം സേവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സ്പീഡ് കൂടുകയും ചെയ്യും, ടൈം സേവ് ആവുകയും ചെയ്യും. The angle of elevation of the top of a tree from the point on ground 300 meter away from the tree is 30 degree. അപ്പൊ ഇവിടെ എന്താണ്? ആംഗിൾ 30 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. ഈ ഒരു ഡിസ്റ്റൻസ് ആണ് 300 മീറ്റർ എന്ന് തന്നിരിക്കുന്നത്. നമുക്ക് ഈ ഡിസ്റ്റൻസ് ടി ആയിട്ട് എടുക്കാം. ഇത് ട്രീയുടെ ഡിസ്റ്റൻസ് ആണ്. അപ്പൊ ഇവിടെ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് ആണ്. tan 30 ആണ് വരുന്നത്. tan 30യുടെ വാല്യൂ എന്താണ്? 1/√3 ആണ്. 1/√3 എന്ന് പറഞ്ഞാൽ ഇവിടെ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് എന്ന് വന്നിട്ടുണ്ട്. ഇവിടെ 300ലേക്ക് കൊടുക്കുമ്പോൾ t is equal to 300 divided by √3 ആണ്. നമ്മൾ റാഷണലൈസ് ചെയ്യുമ്പോൾ എന്ത് വരും? രണ്ടിടത്തും √3 വരും. അപ്പോൾ ഇവിടുത്തെ √3 3 ആവും, 3 ക്യാൻസൽ ആയി 100 ആവും. ട്രീയുടെ ഹൈറ്റ് നമുക്ക് 100√3 മീറ്റർ എന്ന് കിട്ടും. ഇത് ട്രീയുടെ ഹൈറ്റ് ആണ്. ഇത് കൊണ്ടുപോയിട്ട് മാർക്ക് ചെയ്ത് വെക്കരുത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആ ട്രീ എത്ര വളർന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി ഇതിവിടെ ട്രീ വളർന്നു കഴിഞ്ഞപ്പോൾ ആംഗിൾ ഓഫ് എലിവേഷൻ എത്രയായി മാറിയിട്ടുണ്ട്? 60 ഡിഗ്രി ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? tan 60 ഡിഗ്രി കണ്ടുപിടിക്കണം. tan 60 ഡിഗ്രി എന്ന് പറഞ്ഞാൽ √3 ആണ്. √3 എന്ന് പറഞ്ഞാൽ ഇത് x ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? t + x/300 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 300√3 is equal to t എന്താണെന്ന് നമുക്കറിയാം, 100√3 ആണെന്നറിയാം, പ്ലസ് x. അപ്പൊ എക്സിനെ ഇവിടെ നിർത്തിയാൽ ഇത് ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്ത് വരും? 300 - 100 എന്ന് വരും അല്ലെ? നമ്മുടെ ആൻസർ എന്ത് വരും? 200√3 മീറ്റർ എന്ന് വരും. 200√3 മീറ്റർ ആണ് നമുക്ക് ആൻസർ വരുന്നത്. ഓക്കെ, മനസ്സിലായില്ലേ? എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് മനസ്സിലായില്ലേ? ആപ്ലിക്കേഷൻ ഓഫ് ട്രിഗ്നോമെട്രി ചാപ്റ്റർ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആണ് ഇത്. അപ്പം ഇത് 1-2 ഷിഫ്റ്റിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പം നല്ല രീതിയിൽ തന്നെ വാല്യൂസ് പഠിക്കുക, റേഷ്യോസ് വൃത്തിയായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ ക്ലിയർ ആയില്ലേ? ഇത് നമുക്കിനി എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അല്ലെ? ടാക്സ് റവന്യൂ ചോദിച്ചു കഴിഞ്ഞാൽ ഇൻക്രീസ് അല്ലെങ്കിൽ ഡിക്രീസ് നമ്മൾ എങ്ങനെയാ കണ്ടുപിടിക്കുക? x + y + xy/100 എന്നാണ് കണ്ടുപിടിക്കുക. ഇവിടെ x എന്താണ്? റെഡ്യൂസ് ചെയ്തിരിക്കുകയാണ്, സോ -10. y എന്താണ്? ഇൻക്രീസ് ചെയ്തിരിക്കുകയാണ്, സോ +20. നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? 10 -10 + 20 -10 × 20/100 എന്ന് ചെയ്യാം. 20 - 10 എന്ന് പറഞ്ഞാൽ 10 ആണ്. 10 - 200/100 എന്ന് വരും. 200/100 100 × 10 എന്ന് പറഞ്ഞാൽ 1000 ആണ്. 1000 - 200/100 എന്ന് പറഞ്ഞാൽ എന്ത് വരും? 800/100, that is
8% ആണ് അവിടെ ഇൻക്രീസ് ചെയ്യണത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സ്റ്റെപ്പ് ഒക്കെ സ്കിപ്പ് ചെയ്യാം. ഇവിടെ എന്ത് ചെയ്യാം, 10 എന്നാണെന്ന് അറിയാം അല്ലെ, 20 - 10 10 ആണ്. 10 × 100 1000, 1000 - 200 800. ഈ സ്റ്റെപ്പ് ഫുള്ള് സ്കിപ്പ് ചെയ്തിട്ട് നമുക്ക് ഡയറക്റ്റ് എവിടേക്ക് എത്താം, ഇവിടേക്ക് എത്താം പ്രാക്ടീസ് ചെയ്താല്. ഓക്കെ, ഞാൻ എപ്പോഴും പറയും പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഞാൻ ഈ പറയുന്ന സ്പീഡ് മെത്തേഡുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, നമുക്കിനി എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Panic spread when 10% of the inhabitants of a village died of cholera, during which the remaining 25% of the inhabitants left the village and the population decreased to 4050. 4050 പേരെ ഇവിടെയുള്ളൂ. അപ്പോൾ ഒറിജിനൽ എത്രയാണ്, അതിനകത്ത് 10% പേര് മരിച്ചുപോയി. അപ്പൊ ബാലൻസ് എത്രയുണ്ട്, 90% പേര് ബാലൻസ് ഉണ്ട്. അതിൽ 25% മൈഗ്രേറ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ബാക്കി അവിടെ എത്ര പേരുണ്ട്, 75% ഉണ്ട്. ഇതെന്ന് പറഞ്ഞാൽ എത്രയാണ്, അവിടെ ഉള്ള ആൾക്കാർ എത്രയാണ്, 4050 ആണ്. നമുക്ക് ടോട്ടൽ എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്ത് ചെയ്താൽ മതി, 4050 × 100 × 100 ഡിവൈഡഡ് ബൈ 90 × 75. ഇവിടെ 0 0 ക്യാൻസൽ ചെയ്യുക. 9 405 എത്ര ടൈംസ് പോകും, 4 5 45 തവണ പോകും. ഇനി 75ന്റെ കേസിലാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, 25 വെച്ചിട്ട് ഇവിടെ 3 എന്നും ഇവിടെ 4 എന്നും ഇടാം. ഈ 3 45 എത്ര ടൈംസ് പോകും, 15 തവണ പോകും. 15 × 4 എത്രയാണ്, 60 ആണ്. 60 × 100 എത്രയാണ്, 6000 ആണ്. 6000 ആൾക്കാരാണ് അവിടെ ആദ്യം ഉണ്ടായിരുന്നത്. ഓക്കെ, അതിൽ 10% പേര് മരിച്ചുപോയി, 25% പേര് അവിടെ നിന്ന് മാറിയും പോയി കഴിഞ്ഞപ്പോൾ ബാക്കി വന്നത് 4050 പേരാണ് ബാക്കി വന്നത്. ഓക്കെ, ക്ലിയർ ആയില്ലേ എങ്ങനെയാ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം. അടുത്തത് ഒരേ ടൈപ്പ്, നമ്മൾ കാൽക്കുലേഷൻ ചെയ്യേണ്ടതൊക്കെ ഒരേ ടൈപ്പ് തന്നെ ആയിരിക്കും, ക്വസ്റ്റ്യൻ മാത്രം ഡിഫറെന്റ് ആയിട്ട് തരും എന്നതേ ഉള്ളൂ. ഓക്കെ, അമിത ഈസ് 2 years older than her friend അമൃത. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, അമൃതയ്ക്ക് എക്സ് കൊടുത്തു, അമിത എത്രയാണെന്ന് കൊടുത്തു, x+2 ആണ് അമിതയുടെ വയസ്സ്. ഓക്കെ, അമിതാസ് ഫാദർ ഈസ് 2 as old as അമൃത. അപ്പൊ അമിതയുടെ അച്ഛൻ അമിതയെക്കാളും 2 ഇരട്ടി പ്രായമുണ്ട്. അപ്പൊ അമിതയുടെ അച്ഛന്റെ പ്രായം എത്രയാണ്, 2 × x+2 ആണ്. ഓക്കെ, അമൃത ഈസ് 2 as old as his sister. അപ്പൊ സിസ്റ്ററുടെ വയസ്സ് നമുക്ക് എത്ര പറയാം, x/2 ആണെന്ന് പറയാം അല്ലെ. അമൃത x ആയതുകൊണ്ട് സിസ്റ്റർ x/2 ആയിരിക്കും, പകുതി ആയിരിക്കും. ഇനി അമൃതയുടെ അച്ഛനും അമൃതയുടെ സിസ്റ്ററും തമ്മിലുള്ള ഏജ് ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്, 43 ആണ്. നമുക്ക് അമിതയുടെയും അമൃതയുടെയും സം ഓഫ് ഏജ് ആണ് നോക്കണ്ടേ. ഓക്കെ, അപ്പൊ അമൃതയുടെ ഏജ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാം അല്ലെ. എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് ഇത് 2 × ഇങ്ങോട്ട് വരുമ്പോൾ 4 × x+2 മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു, ഇവിടെ നമുക്ക് ടോട്ടൽ ആയിട്ട് ഒരു ഡിവൈഡഡ് ബൈ 2 ഉണ്ടാവും. അതിനെ നമ്മൾ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ എന്ത് വരും, 86 എന്ന് വരും. ഇനി ഇവിടെ നോക്കിയേ, 4x+8 മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു 86 എന്ന് വരും. ഇവിടെ നമ്മൾ ഈ +8നെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകും. 4x - x എന്ന് പറയുമ്പോൾ 3x ഇസ് ഈക്വൽ ടു 86 - 8 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 78 എന്ന് കിട്ടും. ഓക്കെ, അപ്പം എക്സിന്റെ വാല്യൂ നമുക്ക് 78 ഡിവൈഡഡ് ബൈ 3 ചെയ്താൽ മതി. എത്രയാ വരിക, 26 എന്നാണ് വരിക. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി, അമൃതയുടെ വയസ്സ് 26 ആണ്, അമിതയുടെ വയസ്സ് എത്രയാണ്, 28 ആയിരിക്കും. 28 + 26 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, 54 എന്നാണ് ആ വയസ്സ് കിട്ടുന്നത്. ഓക്കെ, 54 ആണ് നമുക്ക് കിട്ടുന്ന വയസ്സ്. ക്ലിയർ ആയില്ലേ എങ്ങനെയാ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം. നമുക്കിനി എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Okay, the sum of the length, breadth and height of a cuboid is 38 cm and the length of its diagonal is 22 cm. Surface area ആണ് കാണേണ്ടത്. Okay, നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, L + B + H 38 ആണെന്ന് തന്നിട്ടുണ്ട്, ഡയഗണൽ 22 ആണെന്ന് തന്നിട്ടുണ്ട്. ഡയഗണലിന്റെ ഫോർമുല എന്താണ്, 22 is equal to, ഡയഗണൽ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം, ഡയഗണൽ കാണാൻ √of L² + B² + H² ആണ് ഡയഗണൽ. ഇവിടുത്തെ റൂട്ട് കളയാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇവിടെ സ്ക്വയർ ചെയ്താൽ മതി അല്ലെ. അപ്പൊ 22² എന്ന് പറഞ്ഞാൽ എത്രയാണ്, 484 ആണ്.
ഇവിടെ എന്ത് കിട്ടും നമുക്ക് എൽ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ എന്ന് കിട്ടും. ഇനി ഇവിടെ നമുക്കൊരു ചേഞ്ച് കൊണ്ടുവരണം. നമ്മൾ ഇവിടെ രണ്ടിടത്തും സ്ക്വയർ ചെയ്യാണ്. ഓക്കെ, എൽ പ്ലസ് ബി പ്ലസ് എച്ച് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ നമുക്ക് വരിക? എൽ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എന്ത് വരും? എൽ എച്ച് പ്ലസ് ബി എച്ച് പ്ലസ് എച്ച് എൽ ആണ് വരുന്നത്. 38 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാ വരിക? 1444. ഇതൊക്കെ ഞാനിങ്ങനെ പറഞ്ഞു പോകുന്നത് നമുക്ക് ഓൾറെഡി സ്ക്വയർ കാണാനുള്ള ഇക്വേഷൻസ് ട്രിക്കുകൾ നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് യൂസ് ചെയ്തിട്ട് വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി ഈ 2 ഇൻറ്റു എൽ എച്ച് പ്ലസ് ബി എച്ച് പ്ലസ് എൽ എച്ച് എച്ച് എൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സർഫസ് ഏരിയ ആണ്. ക്യൂബോയിഡിന്റെ സർഫസ് ഏരിയ ആണ് ഇത്. ഓക്കെ, സർഫസ് ഏരിയ, ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് എ ക്യൂബോയിഡ് ആണ് ഈ ഒരു ഫോം എന്ന് പറയുന്നത്. അതാണ് നമുക്ക് ആവശ്യമുള്ളത് അല്ലെ. അപ്പൊ അതിനെ മാത്രം നമ്മൾ അവിടെ നിർത്തുകയാണ്. ടി എസ് എനെ അവിടെ തന്നെ നിർത്തിയിട്ട് ഇങ്ങോട്ടേക്ക് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? 1444 മൈനസ് ഈ ഒരു ഫോം എന്താണ്? ഇവിടെ 484 എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലെ. 484 ടോട്ടൽ സർഫസ് ഏരിയ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 440. ഇവിടെ 14 4 പോയി, 8 പോയി കഴിഞ്ഞാൽ ബാലൻസ് 6, 13 4 പോയി കഴിഞ്ഞാൽ 960 സ്ക്വയർ സെന്റിമീറ്റർ ആണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇത് എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് മനസ്സിലായില്ലേ? കാണുമ്പോൾ വലിയ സ്റ്റെപ്പായിട്ടൊക്കെ തോന്നും, പക്ഷെ എന്ത് ചെയ്താൽ മതി? നമ്മൾ പഠിച്ചിട്ടുള്ള ട്രിക്കുകളൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എത്രയൊക്കെ കുറച്ചാലും 1-2 സ്റ്റെപ്പുകൾ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിന് സമയം കണ്ടെത്താനാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്ക് പറ്റാവുന്ന അത്രയും സ്പീഡ് കൂട്ടി ചെയ്യുക, മാക്സിമം സ്റ്റെപ്പുകൾ കുറച്ച് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് ഈസി ട്രിക്കുകളിൽ കണ്ടുപിടിക്കാൻ പറ്റുന്ന ആൻസേഴ്സ് അത്രയും പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കുക. എപ്പോഴും ഓപ്ഷൻ റിലേറ്റ് ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിക്കുക. ഓക്കെ, യൂണിറ്റ് ഡിജിറ്റ് നോക്കുക, അതിൽ ആൻസർ കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ അത് മാർക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോവുക. 3 years ago, the average age of a family of 6 members was 19 years. 3 വർഷം മുമ്പ് ആവറേജ് 19 years ആയിരുന്നു. അപ്പൊ അവരുടെ സം എത്രയായിരുന്നു? 6 മെമ്പേഴ്സ് ആണ്. ഇൻറ്റു 6 ചെയ്താൽ മതി. 19 ഇൻറ്റു 6 ചെയ്താൽ നമുക്ക് 114 ആയിരുന്നു 3 വർഷം മുമ്പുള്ള അവരുടെ സം ഓഫ് ഏജ്. ഓക്കെ, ഇപ്പൊ അവിടെ ഒരു ആൺകുട്ടി കൂടെ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അവരുടെ ആവറേജ് ഏജ് എന്താണ്? സെയിം തന്നെയാണ്. 3 വർഷം മുമ്പുള്ള അതേ ആവറേജ് ഏജ് ആണ് ഇപ്പോഴും. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് 6 മെമ്പേഴ്സിന്റെ 3 വയസ്സ് കൂടി അല്ലെ. അപ്പൊ 6 3 18. ഇപ്പൊ 114 പ്ലസ് 18 ചെയ്യുമ്പോൾ അവരുടെ ഇപ്പോഴത്തെ സം ഓഫ് ഏജ് എത്രയാണെന്ന് കിട്ടി? 132 ആണെന്ന് കിട്ടി 6 മെമ്പേഴ്സിന്റെ. ഈ 6 മെമ്പേഴ്സിന്റെ കൂടെ ആര് വന്നിട്ടുണ്ട്? ഒരു പുതിയ ആള് കൂടെ വന്നിട്ടുണ്ട്. അപ്പൊ ടോട്ടൽ മെമ്പേഴ്സ് എത്രയായി? 7 ആയി. അവരുടെ ആവറേജ് 19 തന്നെയാണെന്നാണ് അവർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എക്സ് എന്താണ്? 19 ഇൻറ്റു 7 ആണ് അല്ലെ. 19 ഇൻറ്റു 7 എന്ന് പറഞ്ഞാൽ 133 ആണ്. മൈനസ് 132. ഇപ്പൊ ജനിച്ച ആ കുട്ടിയുടെ വയസ്സ് എത്രയാണ്? 1 വയസ്സാണ് ഇപ്പൊ ആ കുട്ടിക്ക്. ഓക്കെ, ആ കുട്ടിക്ക് ഇപ്പൊ എത്ര വയസ്സാണ്? 1 വയസ്സാണ് ആ കുട്ടിക്ക്. ക്ലിയർ ആയില്ലേ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ ഗ്രേറ്റസ്റ്റ് കോമൺ ഫാക്ടർ ഓഫ് എ സെറ്റ് ഓഫ് കോപ്രൈം നമ്പേഴ്സ് ഇസ് ഈക്വൽ ടു. ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കോപ്രൈം നമ്പേഴ്സിന് ആകെ കൂടെ കോമൺ ഫാക്ടർ ആയിട്ട് ഏത് നമ്പർ മാത്രമേ വരുള്ളൂ? 1 മാത്രമേ വരുള്ളൂ. ഓക്കെ, എത്ര വലിയ കോപ്രൈം നമ്പർ ആണെങ്കിലും ഏത് കോപ്രൈം നമ്പർ ആണെങ്കിലും അവർക്ക് കോമൺ ഫാക്ടർ ആയിട്ട് എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? 1 മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് അവരെ എന്ത് പറയുന്നത്? കോപ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഷിഫ്റ്റ് 2 സെക്കൻഡ് ഡേ ഷിഫ്റ്റ് 2 മാത്സിൽ നിന്നും ചോദിച്ചിട്ടുള്ളത്. അപ്പൊ പറഞ്ഞു തന്ന ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്താ പറയുക, മാക്സിമം സ്പീഡിൽ ഞാൻ ബാക്കിയുള്ള ഷിഫ്റ്റുകൾ കൂടെ തരുന്നതായിരിക്കും. ഓക്കെ, അത് കഴിഞ്ഞാൽ നമുക്കിനി എന്ത് ചെയ്യാം? നമുക്ക് അടുത്ത എക്സാംസിന്റെ ഒക്കെ വരുന്നുണ്ട് അല്ലേ. ഇപ്പം RPF നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ദെൻ നമുക്കിനി JEE വരുന്നുണ്ട്. ടെക്നീഷ്യന്റെ സിറ്റി ഇന്റിമേഷൻ ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. JEEയുടെ ഹോൾ ടിക്കറ്റ് വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാ എക്സാമിനും യൂസ്ഫുൾ ആവുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം ഇവിടെ ചെയ്തിരിക്കുന്നത്. ആസ് യൂഷ്വൽ എന്നും ഞാൻ പറയുന്നത് പോലെ RRBയുടെ എക്സാംസിന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്താൽ അത് ഏത് ക്വസ്റ്റ്യൻ്റെ ആണ് അല്ലെങ്കിൽ ഏത് പോസ്റ്റിന്റെ എക്സാം ആണ് എന്നൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം നല്ല രീതിയിൽ തന്നെ പഠിച്ച് പ്രിപ്പയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് RRBയുടെ റാങ്ക് ലിസ്റ്റിൽ വരാൻ പറ്റും.
ഓക്കെ, അപ്പൊ ഇത് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ റെഫർ ചെയ്ത് എനിക്ക് മനസ്സിലായ കാര്യമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണത്. ഓക്കെ, അപ്പം ഞാൻ മുന്നത്തെ കഴിഞ്ഞ സെറ്റ് ഓഫ് എക്സാംസിലൊക്കെ എനിക്ക് ഫസ്റ്റ് സ്റ്റേജ് എല്ലാം ക്ലിയർ ചെയ്യാൻ പറ്റിയത് ഈ പറയുന്നത് പോലെ കുറേ അധികം ഏത് എക്സാം ആണെന്ന് നോക്കാണ്ട് SSCയുടെയും RRBയുടെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കിട്ടാവുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം പ്രാക്ടീസ് ചെയ്തത് കൊണ്ട് മാത്രമാണ് ഞാൻ എല്ലാ എക്സാമിന്റെയും ഫസ്റ്റ് സ്റ്റേജ് ക്ലിയർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കോൺഫിഡൻസോടെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. അടുത്ത സെഷനായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.